വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 19 അധ്യായം ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരെ കുറിച്ചുള്ള ഒരു ദുഃഖകാലമാണ്. സിംഹിണി എന്ന പ്രതീകം ഉപയോഗിച്ച് യഹൂദയുടെ രാജാക്കന്മാരുടെ ഉയർച്ചയും വീഴ്ചയും വിവരിക്കുന്നു. ഇതിലെ പ്രധാന സന്ദേശം ദൈവത്തെ വിട്ടുനടന്ന നേതാക്കൾക്ക് വിധിയും നാശവും അനിവാര്യമാണെന്നതാണ്. എസെക്കിയേൽ 20 അധ്യായത്തിൽ ദൈവത്തിന്റെ വിശ്വാസ്യതയും ജനങ്ങളുടെ അവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം വിവരിക്കുന്നു. പ്രവാചകൻ എസെക്കിയേൽ ഇസ്രായേലിന്റെ നേതാക്കൾ ദൈവത്തോട് ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ദൈവം അവരുടെ പഴയ കലാപങ്ങളും വിഗ്രഹാരാധനയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾക്ക് യോഗ്യമായി അല്ല, എന്റെ നാമത്തിന് യോഗ്യമായി ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കും. അപ്പോൾ നിങ്ങൾ ഞാൻ യഹോവയാണെന്നറിയും. എസെക്കിയേൽ 20 അധ്യായം 44 തിരുവചനം. എസെക്കിയേൽ 21 അധ്യായം ദൈവത്തിന്റെ വാളിന്റെ വിധിയെക്കുറിച്ചുള്ള പ്രവചനമാണ്. യഹൂദയെയും ജെറുസലമിനെയും കൂടാതെ മറ്റു ജാതികളെയും ദൈവത്തിന്റെ വാൾ ബാധിക്കും. നാശക്കൂമ്പാരം, ഞാനതിന് നാശക്കൂമ്പാരമാക്കും. യഥാർത്ഥ അവകാശി വരുന്നതുവരെ അതിന്റെ പൊടി പോലും അവശേഷിക്കുകയില്ല. അവന് ഞാനത് നൽകും. എസെക്കിയേൽ 21 അധ്യായം 27 തിരുവചനം. എസെക്കിയേൽ 22 അധ്യായം ജെറുസലമിന്റെ പാപങ്ങളും അനീതികളും വിശദീകരിക്കുന്നതാണ്. ദൈവം പ്രവാചകനിലൂടെ നഗരത്തിന്റെ രക്തക്കുറ്റങ്ങളും വിഗ്രഹാരാധനയും വെളിപ്പെടുത്തുന്നു. ഞാൻ അവരുടെ ഇടയിൽ മതിൽ പണിയുന്നവനെയും ദേശത്തിനു വേണ്ടി എന്റെ മുമ്പിൽ നിലകൊള്ളുന്നവനെയും അന്വേഷിച്ചു, എങ്കിലും ഒരുത്തനെയും കണ്ടില്ല. എസെക്കിയേൽ 22 അധ്യായം 30 തിരുവചനം. 23 അധ്യായം ഒഹോല, ഒഹോലിബ എന്നീ 2 സഹോദരിമാരുടെ പ്രതീകം ഉപയോഗിച്ച് സമരിയയും യെരുസലേമും ചെയ്ത വിഗ്രഹാരാധനയും അനീതിയും വിവരിക്കുന്നു. ദൈവം അവരുടെ വിശ്വാസദ്രോഹം വെളിപ്പെടുത്തി വിധി പ്രഖ്യാപിക്കുന്നു. വിഷയാസക്തിക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. വിഗ്രഹങ്ങൾ കൊണ്ടുള്ള നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങൾ ശിക്ഷ അനുഭവിക്കും. ഞാനാണ് ദൈവമായ കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എസെക്കിയേൽ 23 അധ്യായം 49 തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.